അറിഞ്ഞില്ലേ നിങ്ങള്? സോഷ്യൽ മീഡിയ തിളങ്ങി നിൽക്കുന്ന ഒരു കപ്പിളാണ്. ലെറ്റ്സ് വെൽക്കം പൂജ ആൻഡ് അമൽ. ഓ ഇതാണോ അപ്പുറത്ത് പൊട്ടിക്കിടക്കുന്ന കക്കൂസ്? അത് മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് കണ്ടാലും അറിയാം. മാരേജ് ലൈഫ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് തോന്നുന്നു. ഒരു പ്രത്യേകതരം സുഖം, ജനിച്ചിട്ട് ഇത്രയും കാലമായിട്ടും കിട്ടാത്തൊരു സുഖം. കൂടുതൽ നിങ്ങൾക്ക് ഫോളോവേഴ്സും പിന്നെ കമന്റ് ചെയ്യുന്ന ഈ കുഞ്ഞു പിള്ളേരാണ്. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? നല്ല തറവാട്ടുകാരാ, ദാനധർമ്മികളാ. ധർമ്മേന്ദ്ര, ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലും മെസ്സേജസ് വരുന്നുണ്ട്. അവരങ്ങനെയും പറഞ്ഞു. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾ ആർക്കും ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്നില്ല. എല്ലാ വീഡിയോസിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആർക്കും കൊടുക്കുന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം. അത് മതി മതി മതി. ആര് ചോദിച്ചാലും കൊടുക്കരുത് കേട്ടോ. ഓക്കെ, പിന്നെ ഐഫോൺ മേടിച്ചു. ഇതിന്റെയൊക്കെ കാശാര് കൊടുക്കുക ഈശ്വര? അച്ഛൻ ഇപ്പൊ പുതിയ അച്ഛനും അമ്മേനും ചേട്ടനൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? വീട്ടിലെന്താ വൃത്തിയില്ലേ, വെടുപ്പില്ലേ? വൃത്തിയില്ല, അത് പഴയൊരു വീട്, അത് അങ്ങനെ പറ്റൂ. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണ ഈശ്വര, എന്തൊരു ചൈതന്യം. രണ്ട് ആമ്പിള്ളേരുള്ള വീടല്ലേ? അത് ഞാൻ ഇപ്പൊ തെളിച്ചു പറയുന്നത് ശരിയല്ല, എന്നാലും രണ്ട് ആമ്പിള്ളേരുണ്ടായിട്ട് എന്താണ് നിങ്ങൾ ഈ ചെറിയ വീട്ടിൽ താമസിക്കുന്നേ? അതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് കിടക്കുമായിരുന്നോ? രണ്ടു മൂന്ന് തുണിയൊക്കെ അവിടെ ഇവിടെ കിടക്കുക. അതൊക്കെ എന്താണ് ഒരു ചേർച്ചയില്ലായ്മ? അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ. അടിപൊളി. അവിടെ ഇരിക്കും മനുഷ്യൻ. പൂജയുടെ വീട്ടില് ആരെങ്കിലും വിളിക്കോ പറയാ എന്തെങ്കിലും ചെയ്തോ? എന്താ എടുത്ത് തലേ ചുമക്കണമെന്നുണ്ടോ? എന്നാ ചുമന്നോ? ഞാൻ എപ്പോഴും പറയുന്നില്ല. ഓരോയില്ല. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ? ഇവനെയൊക്കെ 10 മാസം ചുമന്ന് പെറ്റതൊക്കെ വെറുതെയാ. പിന്നെ ജനിക്കേണ്ടവനേ അല്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.